ഹലോ ഒരുപടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിത് മണാലിയിലാണുള്ളത്. നല്ല തണുത്തൊരു മോർണിംഗ് ആയിരുന്നു. അങ്ങനെ 2 ദിവസം മണാലിയിലെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. നമ്മളിവിടെ സ്റ്റേ ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മല്ലു സിംഗ് RK റിസോർട്ട്സിലാണ്, നന്ദൻ്റെ. നല്ലൊരു സ്റ്റേ ആയിരുന്നു. നല്ല ഭക്ഷണം, നല്ല ഇൻറ്റീരിയറും റൂമും ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കുന്നത് സൂപ്പർ. അതുപോലെ ബെഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭക്ഷണവും നല്ല എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല ഭക്ഷണമായിരുന്നു, നല്ല ക്വാളിറ്റി ഫുഡ് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാനേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ക്രൗഡൊന്നും അല്ല മണാലി. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ എല്ലാവരും മഞ്ഞൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. മണാലി കാണാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഉടനെ തന്നെ വരിക. എന്തെങ്കിലും ഇവിടുത്തെ എന്താവശ്യങ്ങൾക്കും നന്ദനെ കോൺടാക്ട് ചെയ്യാം. ടീം RK റിസോർട്ട്സ് മല്ലു സിംഗ്. നിങ്ങൾക്ക് ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള അടിപൊളി ആൾക്കാരാണ്. റിസോർട്ടും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ഒക്കെ ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഇനിയുള്ള ബാക്കി വീഡിയോകളെല്ലാം കാണാം. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ ഒക്കെ? അതല്ലേ, നമ്മൾ 2 ദിവസം ഇവിടെ തകർത്ത്. അതെ, എന്താ പറയാനുള്ള നമ്മൾ ഇവിടെ വരുമ്പോൾ മലയാളി പ്രോപ്പർട്ടികളൊക്കെ മിസ് ചെയ്യുന്നു വിചാരിച്ചാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അതീതമായി നന്ദൻ ഭായിയുടെ വളരെ ബിഗ് താങ്ക്സ് ടു നന്ദൻ ഭായ് ആൻഡ് ടീം. മലയാളി ഫുഡാണ് പൊളിച്ചത്. റൂമൊക്കെ എന്ന് പറഞ്ഞാൽ അൾട്രാ ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട്. എല്ലാം വുഡ് ആൻഡ് ഫിനിഷ്ഡ് റൂംസ് ആണ് കേട്ടോ. എല്ലാം മണാലിയിൽ മഞ്ഞിന്റെ അതിപ്രസരം ഉണ്ട്. എല്ലാവരും വന്ന് കണ്ടോ, അടിപൊളിയാണ്. ഇപ്പൊ ബാക്ക് ക്യാം ഇട്ടാൽ നേരെ കാണുന്ന ഒരു മഞ്ഞുമലയാണ്. നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന റൂമുമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോകളും പുതിയ കാഴ്ചകളും സ്റ്റേ ട്യൂൺഡ്. ഇതാണ് നമ്മുടെ പോളി ഷെഫ്. താങ്ക് യു. ബാബു അവിടെ വരെ നേരല്ലോ. അവിടെ കൂടി അത് പാർക്കിംഗ്, അതൊരു ഫാർമാണ്. നോക്കിയാൽ അവിടെ പാർക്കിംഗ് അതിനിപ്പോ എന്താ നോക്കി
गुरु रहा है ना वो समझी वापस आएगा हम ये सर അൺഎക്സ്പെക്ടഡ് നീ ക്ലിക്കാൻ പോണേ പ്രാങ്ക് ചെയ്തിട്ടാണ് എന്താടാ എന്താടാ നീ कार में छोड़ दियो यार। अरे तुम्हें आपको मैनुअल क्लिकिंग करेंगे सर, हम प्रोफेशनल ആ തുടങ്ങിക്കോ. ആ é que não vai fora é da tudo. iPhone. उधर पड़ा बोलता है थोड़ा कम करो दीदी ये यूट्यूब में आएगा, ये यूट्यूब में, मैं यूट्यूबर है। हाँ सही करेगा ये करने से केरला का तुम वीडियो के लिए बाय। यूट्यूब में കാണാം.
चलो सर ये अपने पास रखो आपका टेक योर कैमरा ओके ओपन राइट करना कि सामने बैठना है എടുത്തല്ലോ ബാബു എവിടെ പോവാ നമ്മൾ പറക്കാൻ പോണേ എക്സൈറ്റഡായിട്ട് ഓവർ പറക്കൽ ആപ്പിൾ തോട്ടത്തിന്റെ ഇടയ്ക്ക് ആപ്പിൾ തോട്ടത്തിൻ്റെ ഇടയിൽ ഇത്ര വിഷ്വൽ ബ്യൂട്ടി നിങ്ങൾ ആകാശത്ത് ഇതാണ് പറക്കൽ ബാബു ബാബു പൊളിക്കും നമ്മൾ പിന്നല്ല യെസ് अब जाओ आपका नंबर होगा इसके बाद बैठना नहीं है ഹിഡുംബ ടെമ്പിളിൻ്റെ അവിടെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ചെറിയ ഫോട്ടോഷൂട്ടും ആറ്റിറ്റ്യൂഡ് വാക്കൊക്കെ ആയിരുന്നു. എന്തായാലും അധികം നേരം നിന്നില്ല. ടിപിക്ക് അതിൽ ഭയങ്കര നാണം വന്ന് ക്യാമറയിൽ മുഖം കൊടുക്കാതെ എല്ലാം പെട്ടെന്ന് ഊരി മാറ്റി. അത് സഹായിക്കാനായിട്ട് നമ്മുടെ അമലായിരുന്നു. അവിടെ നമ്മൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികളെല്ലാം നമ്മളെ വിഷ് ചെയ്ത് നമ്മൾ ഹിഡുംബ ടെമ്പിളിൻ്റെ സൈഡിലുള്ള പാർക്കിങ്ങിലായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. തൊട്ടടുത്ത് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു യാക്കും യാക്കിൻ്റെ കൂടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഫോട്ടോന് 50 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ മൂക്കിൽ തുളച്ചൊരു കയറിട്ടേക്കുന്നത് കാണുമ്പോൾ ഇത്തിരി വിഷമം തോന്നും. അവിടെ നമ്മൾ ഡൽഹി ഹൈവേയിലേക്ക് കയറി കുറച്ച് പോകുമ്പോഴേക്കും നമ്മുടെ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നമ്മുടെ ഹോട്ട് എയർ ബലൂണും ഞങ്ങളൊരു തൊട്ടടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട് ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചു. അത്യാവശ്യം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു. ഗ്രീൻ ആപ്പിളും ഓറഞ്ചും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പാരാഗ്ലൈഡിങ് വളരെ ഹാപ്പിയായിട്ട് നമ്മളത് ഫിനിഷ് ചെയ്ത്. ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ ഉധംപൂർ, നമ്മൾ കാശ്മീരായിരുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇടയ്ക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നപ്പോൾ നമ്മളൊരു ചായ കുടിച്ചു. പിന്നെ തൊട്ടടുത്ത് നിന്നുള്ളൊരു അവിടെ ഫുഡ് കിട്ടിയില്ലായിരുന്നു. ധാബയിൽ ഒരു പഞ്ചാബി ധാബ കിട്ടി. അവിടെ നിന്ന് നമ്മൾ ഒരു പനീർ ബട്ടർ മസാലയും റൊട്ടിയൊക്കെ കഴിച്ച് ഒരു വില്ലീസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത വീഡിയോസ് എല്ലാം ഇനി നമ്മൾ കാശ്മീരും ഡാൽ ലേക്കൊക്കെയാണ് ഇനി വരുന്ന വീഡിയോസൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.